शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोस्तुते. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവെട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15. തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കിള്ളിയാറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല. ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാൽ ഭഗവതി. ആദിപരാശക്തി, അന്നപൂർണേശ്വരി, കണ്ണകി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ ഭാവങ്ങളിൽ ദേവിയെ സങ്കല്പിക്കാറുണ്ടെങ്കിലും ഇവിടെ ഭക്തർക്ക് ദേവി ആറ്റുകാൽ അമ്മയാണ്. ഐതിഹ്യ കഥകൾ കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും സമ്പന്നമാണ് ആറ്റുകാൽ ക്ഷേത്രവും ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയും. മധുര നഗരം ചുട്ടരിച്ച കണ്ണകി ചേര രാജധാനിയായ കൊടുങ്ങല്ലൂരിലേക്ക് പോകും വഴി ആറ്റുകാൽ ദേശത്ത് എത്തിയെന്നും കിള്ളിയാറിൽ കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്യുകയായിരുന്ന മുല്ലുവീട്ടിൽ കാരണവർക്ക് ബാലിക രൂപത്തിൽ ദർശനം നൽകുകയും കരകവിഞ്ഞൊഴുകുന്ന കിള്ളിയാറിൻ്റെ മറുകരയിൽ എത്തിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ബാലികയെ മറുകരയിലെത്തിച്ച് ഇരുവരും മുന്നോട്ട് നീങ്ങുന്ന വേളയിൽ ബാലിക അപ്രത്യക്ഷമാവുകയും മനസ്താപത്തോടെ കുട്ടിയെ തിരഞ്ഞ അദ്ദേഹത്തിന് ഉറക്കത്തിൽ സ്വപ്നദർശനം ലഭിക്കുകയും താൻ സാക്ഷാൽ മഹാമായയാണെന്നും ഇവിടെ കുടിയിരുത്തണം എന്നുമുള്ള അരുളപ്പാടുണ്ടാവുകയും ചെയ്തു. അങ്ങനെ ദേവീ കൽപ്പന പ്രകാരം ജ്യോതിഷ പണ്ഡിതരുടെ നിർദ്ദേശാനുസരണം ദേവീ ചൈതന്യത്തെ ഇവിടെ കുടിയിരുത്തി എന്നുമാണ് വിശ്വാസം. മധുര ചുട്ടരിച്ചു വന്ന കണ്ണകി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രക്കിടെ അല്പനേരം വിശ്രമത്തിനായി ആറ്റുകാൽ ദേശത്ത് തങ്ങിയെന്നും ദേവീ ചൈതന്യം അറിഞ്ഞെത്തിയ സ്ത്രീജനങ്ങൾ വായ്ക്കുരവയിട്ടും മൺകലങ്ങളിൽ പൊങ്കാലയർപ്പിച്ചും ദേവിയെ സംപ്രീതയാക്കിയെന്നും വിശ്വാസം നിലനിൽക്കുന്നു. ഇതിൻ്റെ സ്മരണാർത്ഥമാണ് ആറ്റുകാൽ പൊങ്കാലയെന്നും വിശ്വസിക്കുന്നു. മഹിഷാസുരനെ വധിച്ച ദേവിയെ ഭക്തർ പൊങ്കാലയർപ്പിച്ച് സ്വീകരിച്ചു എന്നൊരു വിശ്വാസവുമുണ്ട്. ഐതിഹ്യങ്ങൾക്ക് പുറമെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം കൂടി ഈ അവസരത്തിൽ നമുക്ക് പരിശോധിക്കാം. പൊതുവെ കേരളീയരുടെ കുലദൈവം, ധർമ്മദൈവം അഥവാ കുടുംബദൈവം എന്നീ നിലകളിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതിയാണ് ശ്രീ ഭദ്രകാളി. ചരിത്രപരമായി പരിശോധിച്ചാൽ കാർഷിക സമൃദ്ധി, യുദ്ധവിജയം, രോഗമുക്തി, സാമ്പത്തിക അഭിവൃദ്ധി, ഐശ്വര്യം, വിദ്യ തുടങ്ങിയവ മാതൃദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി കാണാം. ദക്ഷിണേന്ത്യയിലെ അതിപ്രാചീനമായ നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രശസ്തി. അതുപോലെ തന്നെ ഒരു മഹാവിദ്യാലയം ഉണ്ടായിരുന്നു, കാന്തളൂർശാല. കാന്തളൂർശാല വിഴിഞ്ഞത്താണെന്ന് പറയുന്നവർ ഉണ്ടെങ്കിലും അത് തിരുവനന്തപുരത്ത് തന്നെയാണ് എന്ന് ഏറെക്കുറെ തീർച്ചയാണ്, വലിയശാല ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിലായിട്ട്. അപ്പോൾ ഒരു മഹാവിദ്യാലയത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു മഹാക്ഷേത്രത്തിൻ്റെയും പാരമ്പര്യമുള്ള തിരുവനന്തപുരത്ത് അനവധി ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ വെച്ച് അല്ലെങ്കിൽ ദേവീ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് ആറ്റുകാൽ ക്ഷേത്രമാണ്. ആറ്റുകാൽ തിരുവനന്തപുരത്ത് എന്നു മുതലാണ് അതിൻ്റെ പ്രശസ്തി വ്യാപിച്ചു തുടങ്ങിയതെന്ന് പറയുവാൻ, അല്ല, രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുവാൻ നമുക്ക് എളുപ്പമല്ല. കാരണം ആറ്റുകാലിനെ പറ്റിയുള്ള രേഖകളൊക്കെ വരുന്നത് ഒരു 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിൽ ആണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മതിലകൻ രേഖകളിൽ ആറ്റുകാൽ എന്ന പേരിൽ ഒരു ക്ഷേത്രത്തെപ്പറ്റി പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല, കാരണം വായിക്കാത്ത എത്രയോ രേഖകൾ മതിലകൻ രേഖകളുടെ കൂട്ടത്തിൽ ഉണ്ട്. ഏതായാലും
പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള രേഖകളിൽ ആറ്റുകാൽ ക്ഷേത്രത്തെ പറ്റിയൊക്കെ പറയുന്നത് ഒരു 19-ാം നൂറ്റാണ്ടിലാണ്. സ്വാതിരുന്നാളുടെ കാലത്ത് ഒരു പക്ഷേ അത് പ്രശസ്തമായി തുടങ്ങിയിരിക്കാം. അത് കഴിഞ്ഞിട്ട് അതിന് ഒരു കാരണം കൂടിയുണ്ട്. അന്ന് ഒരു ശങ്കർനാഥ് ജോഷിയർ, അതായത് അദ്ദേഹം പയ്യന്നൂർ സ്വദേശിയാണ്, മലബാറിലെ പയ്യന്നൂർ സ്വദേശിയാണ്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ അദ്ദേഹം കാശിയിലെത്തി. കാശിയിൽ വെച്ച് ഒരു ജ്യോത്സ്യൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ പ്രശസ്തനായി. ഇക്കാലത്ത് കാംഗ്രയിലെ രാജാവ് അദ്ദേഹത്തെ രഞ്ജിത് സിംഗിന് പരിചയപ്പെടുത്തി കൊടുത്തു. ലയൺ ഓഫ് ലാഹോർ അല്ലെങ്കിൽ ലയൺ ഓഫ് പഞ്ചാബ് എന്നൊക്കെയാണ് രഞ്ജിത് സിംഗ് അറിഞ്ഞിരുന്നത്. അദ്ദേഹം പിന്നീട് രഞ്ജിത് സിംഗിൻ്റെ മന്ത്രിമാരിൽ ഒരാളാവുകയാണ്. ഇടയ്ക്ക് വെച്ച് അദ്ദേഹം രഞ്ജിത് സിംഗുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. പിണങ്ങിയില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം രഞ്ജിത് സിംഗിൻ്റെ അനുവാദത്തോടു കൂടി കേരളത്തിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ കേരളത്തിലേക്ക് മടങ്ങി അദ്ദേഹം സ്വസ്ഥമായി ജീവിക്കാമെന്നാണ് വിചാരിച്ചതെങ്കിലും അദ്ദേഹം കേരളത്തിലെത്തിയപ്പോൾ സ്വാതി തിരുനാൾ അറിഞ്ഞു. അങ്ങനെ സ്വാതി തിരുനാൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടു. ഇക്കാലത്ത് അദ്ദേഹം ആറ്റുകാലുള്ള ഒരു ഭവനത്തിൽ ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ആറ്റുകാലെ പതിവായിട്ട് തൊഴാനായിട്ട് പോകുമായിരുന്നു. ഞാൻ കരുതുന്നതാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ചായിരിക്കണം ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഒരു പുനരുദ്ധാരണം ആദ്യമായിട്ട് നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആറ്റുകാലിന് അദ്ദേഹത്തിൻ്റെ ഈ ശങ്കർനാഥ് ജോഷിയറിന് അവിടെയുള്ള ഈ ആറ്റുകാലിനടുത്തുള്ള ആ വീട്ടിലെ അവിടുത്തെ ഒരു സ്ത്രീയുമായിട്ടുള്ള വിവാഹബന്ധം, അതിൽ സന്താനം ഉണ്ടാകുന്നു. അവർ ആ സന്താനവും ആറ്റുകാൽ ശങ്കരപ്പിള്ളയുടെ മകൻ ആറ്റുകാൽ ഗോവിന്ദപിള്ള, ഇവരെല്ലാം തന്നെ വളരെ പ്രശസ്തരായിരുന്നു, കവികളായിരുന്നു, അതുപോലെ ന്യായാധിപന്മാരായിരുന്നു. അക്കാലത്ത് അവരുമൊക്കെ ആറ്റുകാൽ ഭക്തന്മാരായിരുന്നു. ആറ്റുകാലിനെ കുറിച്ച് കീർത്തനങ്ങൾ എഴുതിയവരാണ് ശങ്കരപ്പിള്ളയും ഗോവിന്ദപിള്ളയും. അപ്പോൾ ആ കാലത്തോടു കൂടി ഇപ്പോഴേക്കും ആയില്യം തിരുനാളിൻ്റെ കാലമായി. ആ കാലമായപ്പോഴേക്കും ആറ്റുകാൽ പ്രശസ്തമാവുകയാണ്. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമാണ്. ശ്രീവരാഹവും താരതമ്യേന അപ്രധാനമല്ലാത്ത ഒരു പ്രധാന ക്ഷേത്രം തന്നെ, അപ്രധാനമല്ലാത്ത ക്ഷേത്രമാണ്. അപ്പോൾ ആറ്റുകാൽ എങ്ങനെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ഭക്തന്മാർ വരാൻ ഇടയായത് എങ്ങനെയാണ് എന്ന് ആലോചിക്കുമ്പോൾ അതിന് ചില കാരണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്താം. ഒന്നാമത്തെ കാരണം, ഇവിടെ ഈ മാതൃദായക്രമം 1925 വരെ നിലനിന്നിരുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥ 1925 വരെ നിലനിന്നിരുന്നു. അപ്പോൾ അവിടെ ഈ കൂട്ടുകുടുംബങ്ങളിൽ അമ്മമാർക്കൊരു വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ കുടുംബത്തിലെ ഡിസിഷൻ മേക്കർ കാരണവരാണെങ്കിലും ആ കുടുംബത്തിലെ തറവാട്ടമ്മയ്ക്കും ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഭക്തി സംബന്ധമായ കാര്യങ്ങളിൽ അവർക്ക് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. അപ്പോൾ കുലദേവത കൂടാതെ ഒരു ഇഷ്ടദേവത കൂടി ഉണ്ട്. ആ ഇഷ്ടദേവത അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള ഒരു ദേവത ആരാണ് എന്ന് തറവാട്ടിലെ ഒരംഗം പലപ്പോഴും തീരുമാനിക്കുന്നത് അമ്മ ആരെയാണ്
ആരാധിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ്. അങ്ങനെയാണ് ഈ ആറ്റുകാൽ അത് അമ്മമാരുടെ ഒരു ദേവാലയമായിട്ട് മാറുകയാണ്. സ്വാഭാവികമായിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ആദ്യകാലത്ത് അവിടെ ശാക്തേയ സമ്പ്രദായത്തിലുള്ള പൂജയൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. ചട്ടമ്പിസ്വാമികളെ പോലെയുള്ള ആളുകൾ ഇടപെട്ടിട്ടാണ് ഈ ശാക്തേയ ആരാധനയൊക്കെ മാറ്റിയിട്ട് ദേവിയെ പരാശക്തിയായിട്ട് കണ്ടിട്ട്, സൗമ്യയായ ഭഗവതിയായിട്ട് കണ്ടിട്ട് ആ നിലയിൽ പൂജ കഴിച്ച് പ്രീതിപ്പെടുത്തിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പൊങ്കാലയും ഒക്കെ പ്രചാരത്തിൽ വരുന്നത്. അതിനു മുമ്പ് ഗുരുതിയായിരുന്നു. അപ്പോൾ ആ ഗുരുതിയൊക്കെ പോയി പകരം പൊങ്കാല എന്ന് പറയുന്ന സാത്വികമായ പായസവും അതുപോലെ മണ്ടപ്പുറ്റെന്ന് പറയുന്ന പലഹാരവും അതുപോലെ ഈ ചോറുമൊക്കെയാണ്, പാൽപ്പായസമൊക്കെയാണ് ദേവിക്ക് പിന്നീട് കൊടുത്താൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവെട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഐതിഹ്യം നിലനിൽക്കുമ്പോൾ തന്നെ ആറ്റുകാലുമായിട്ട് ബന്ധപ്പെട്ട് ആറ്റുകാൽ ഉണ്ടായിരുന്ന ചെറുകര വീടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചരിത്രം പൂർവികരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആറ്റുകാൽ ചെറുകര വീട്ടിലെ അംഗമായിരുന്ന ശങ്കരനാഥ ജ്യോത്സ്യർ, അദ്ദേഹം സ്വാതിതിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് കൊട്ടാര ജഡ്ജിയായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെറുകര വീട്ടിലെ ലക്ഷ്മി എന്ന ഒരു വനിതയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെ ആറ്റുകാലിൽ താമസിക്കുന്ന സമയത്ത് അവരുടെ കുടുംബത്തക്കതായിട്ടുള്ള ഇപ്പോൾ ക്ഷേത്രം നിലനിൽക്കുന്ന ആ സ്ഥലത്ത് അദ്ദേഹം ദർശനം നടത്താൻ വരികയും അദ്ദേഹത്തിന് അവിടെ ദേവി ചൈതന്യം ഉള്ളതായിട്ട് തോന്നുകയും അന്ന് അദ്ദേഹം ശങ്കരനാഥ ജ്യോത്സ്യർ വിവരം സ്വാതിതിരുനാൾ മഹാരാജാവിനെ അറിയിച്ച് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി അവിടെ വരിക്കപ്ലാവിൽ കൊത്തിയെടുത്ത ഒരു ദാരുവിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഉദ്ദേശം 1840 കാലഘട്ടത്തിലാണ് ശങ്കരനാഥ ജ്യോത്സ്യർ ഈ പ്രതിഷ്ഠ നടത്തിയത്. അന്ന് നടത്തിയ അതേ പ്രതിഷ്ഠ തന്നെ, ആറ്റുകാലമ്മയുടെ അതേ പ്രതിഷ്ഠ തന്നെ ഇപ്പോഴും യാതൊരു വ്യത്യാസവും ഇല്ലാതെ, യാതൊരു കേടുപാടുകളും കൂടാതെ ഇപ്പോഴും നിലനിന്ന് അതിൽ പൂജാധികാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഗ്രഹം, ഒരു പ്രതിഷ്ഠയാണത്. അതിനുശേഷം അദ്ദേഹം 1859 ശങ്കരനാഥ ജ്യോത്സ്യർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ദർശനത്തിന് പോകുന്ന വഴിയിൽ മരിച്ചുപോയതായിട്ടാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ചെറുകര വീട്ടിലെ കുടുംബമായ ജസ്റ്റിസ് ഗോവിന്ദപിള്ള, ലാൽ ബഹദൂർ ഗോവിന്ദപിള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുകര വീട്ടിലെ ഒരു കുടുംബം, ഒരു അംഗമായിട്ടുള്ള ജഡ്ജിയുടെ മേൽനോട്ടത്തിലാണ് ആ കുടുംബത്തിന്റെ തെക്കതായിട്ടുള്ള ഈ സ്ഥലത്ത് പൂജകൾ നടത്തി വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഗോവിന്ദപിള്ള ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരം 1919 മുതൽ 1963 വരെ 50 വർഷക്കാലം വിഷ്ണുതീർത്ഥൻ പോറ്റി, ഇതിനടുത്ത് തന്നെ പുത്തൻകോട്ട എന്ന സ്ഥലത്ത് താമസമുണ്ടായിരുന്ന വിഷ്ണുതീർത്ഥൻ പോറ്റിയെയാണ് മേൽശാന്തിയായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പൂജാധികാര്യങ്ങളിൽ വളരെയേറെ ഐശ്വര്യകരവും ശക്തിയേറിയതുമായിട്ടുള്ള കൃത്യനിഷ്ഠയായിട്ടുള്ള പൂജകൾ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ആറ്റുകാലമ്മയുടെ ശക്തി അനുദിനം വർദ്ധിച്ച് 1963 കാലഘട്ടമായ സമയത്ത് തന്നെ ലോകപ്രശസ്തിയിലേക്ക് എത്തിനോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ തന്നെ 1925 ജസ്റ്റിസ് ഗോവിന്ദപിള്ള അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരിക്കുന്ന 1925 വരെയും ആ കുടുംബം, ചെറുകര വീട് ഈ തെക്കതിന് പൂജാധികാര്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ നോക്കി പരിപാലിച്ചു വന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ആ കുടുംബം നാട്ടിലുള്ള ആളുകളെ വിളിച്ചുകൂട്ടി ആറ്റുകാൽ കരയിലുള്ള ആളുകളെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിക്ക് ഈ ഭരണം വിട്ടുകൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ 1925 മുതൽ 1968 വരെ
വിവിധ കാലഘട്ടങ്ങളിലായി നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഈ നാട്ടിലുള്ള കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമുദായത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് വന്നിട്ടുള്ളൂ, ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റികൾ രൂപീകരിച്ച് ആ കമ്മിറ്റിയാണ് ഇതിന് മേൽനോട്ടം വഹിച്ച് ഈ ക്ഷേത്രം നടത്തിക്കൊണ്ട് പോയത്. ആ കാലഘട്ടത്തിൽ തന്നെ ഇതിന് വളരെ രീതിയിലുള്ള ഗോപുരം പണികൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ വികസനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ വസ്തുക്കൾ വാങ്ങാനുള്ള സാഹചര്യങ്ങളെല്ലാം ഈ കമ്മിറ്റിയാണ് ചെയ്തിട്ടുള്ളത്. ഈ ചെറുകര കുടുംബം തന്നെ ഈ ആറ്റുകാലമ്മയുടെ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം 25 സെന്റ് സ്ഥലം 1959 ക്ഷേത്രത്തിന്റെ ഈ കമ്മിറ്റിക്ക് ഫ്രീ ആയിട്ട് ഈ കമ്മിറ്റിക്ക് അന്ന് നൽകുകയുണ്ടായിട്ടുണ്ട്. അതിനുശേഷം 1970 ഈ കമ്മിറ്റി അംഗങ്ങൾ കൂടി ഇത് വിപുലീകരിച്ചു വരുന്ന രീതിയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഇവര് ചാല സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് പോയി രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. 28 അംഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം നാട്ടില് 70 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കൂടുതൽ അംഗങ്ങളെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് നാട്ടിലുള്ള കരയിലുള്ളവരെല്ലാവരും കൂടെ അഭിപ്രായങ്ങൾ വന്ന സ്ഥിതിക്ക് ആ രീതിയിൽ മൂവ് ചെയ്ത് പോവുകയും 1979 ഒരു കോംപ്രമൈസ് ഡിഗ്രി ആയിട്ട് ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വരികയും അതനുസരിച്ച് 1979 ഇപ്പം നിലവിലുള്ള ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത് നിലവിൽ വന്നത്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15.